വക്കീലോ ഗുണ്ടയോ? തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയിൽ ദാസിനെ പിടികൂടാനാവാതെ പോലീസ്. ആ സമയത്ത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം. വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതെന്താ അതിനകത്ത് അറസ്റ്റ് ചെയ്താൽ സംഭവിക്കുക? അത് സംഭവിച്ചാൽ അത് തീർക്കാനല്ലേ പോലീസുകാരവിടെ നിൽക്കുന്നത്? ഒരു പള്ളിക്ക് അമ്പലത്തിനകത്ത് കയറി ഒരു പ്രതി ഒളിച്ചിരുന്ന് കാണാൻ അവിടെ വിട്ടിട്ട് പോവാ നമ്മള്? ഇല്ലല്ലോ. അയാളെ പുറത്തിറക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ലേ? അല്ല, അതിനകത്ത് അറസ്റ്റ് ചെയ്യണ്ടെങ്കിൽ പുറത്തിറക്കിയിട്ട് അറസ്റ്റ് ചെയ്യണം, അല്ലാതെ അവിടെ കളഞ്ഞിട്ട് പോവുക ചെയ്യുക. അങ്ങനെ ചെയ്യൂലല്ലോ. അതിപ്പോ പള്ളി അമ്പലമൊന്നും അല്ലല്ലോ. ഒരു വക്കീൽ ഓഫീസിനകത്ത് കയറിയിട്ട് ഓഫീസ് അറസ്റ്റ് ചെയ്ത് എവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് അവർ പറഞ്ഞെന്ന്. എന്നിട്ട് ഇപ്പോൾ പ്രതിയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അന്നപ്പോൾ കൈയോടെ പിടി കിട്ടിയതാണ്, അവിടെ തടഞ്ഞു വെച്ചതാണ് ആ ചെയ്ത സമയത്ത് തന്നെ. എന്തായാലും എത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്തിട്ട് നിയമത്തിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് ഈ സഹോദരനെ ഈ കോലത്തിലാക്കി. അതിപ്പോ മൈലാഞ്ചിട്ട് ചോപ്പിച്ചതല്ല ഈ മുഖത്ത് നിങ്ങൾ കാണുന്നത്. ഒരു തിരുവനന്തപുരത്തെ ഒരു സീനിയർ വക്കീൽ, ജൂനിയർ ആയിട്ടുള്ള ഒരു വക്കീൽ സഹോദരിയെ അടിച്ച് പരിവാക്കിയ കോലായി കാണുന്നത്. നോക്കൂ നിങ്ങൾ, എന്താ ഇയാൾ ചെയ്യേണ്ടത്?